ജിദ്ദയിൽ നിന്ന് ഏറെക്കുറെ 8 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അല്ലുല എത്തിയിട്ടുള്ളത്. ഈ അല്ലുല മദീന പ്രൊവിൻസിൽ വരുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. ഇവിടെ കാണുന്ന ഓരോ പാറക്കെട്ടിനും ഓരോ സ്റ്റോറി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി അകത്തേക്ക് കയറാൻ പോവാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മുടെ വണ്ടിയിൽ പറ്റില്ല, അവരുടെ പാക്കേജ് എടുക്കണം. അതും ടിക്കറ്റ് ഡയറക്റ്റ് പോയാൽ കിട്ടില്ല കേട്ടോ. നമ്മൾ അവരുടെ ആപ്പ് അല്ലുലേൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ആപ്പ് ത്രൂ വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തത്. ബസ്സിന് പെർ പേഴ്സൺ 50 കേട്ടോ വരുന്നത്, 50 റിയാലാണ്. ഇപ്പോൾ നമ്മുടെ ബസ്സിന് പിന്നിൽ കാണുന്ന ആ പ്രൈവറ്റ് ജീപ്പുകൾ വേറെ ആരൊക്കെയോ ബുക്ക് ചെയ്ത് എല്ലാം ബുക്ക്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത്. 2 മണിക്കൂറാണ് നമ്മുടെ ട്രിപ്പ് വരുന്നത്. അത് കണ്ടിന്യൂസ് ജേർണി അല്ല, ഓരോ സൈറ്റിലും അവർ നിർത്തി നമുക്കൊരു ഗൈഡുണ്ട്, ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറിൽ നമുക്ക് പോയി തിരിച്ചു വരാം. ഓരോ മണിക്കൂറിലാണ് കേട്ടോ ഈ ഒരു ബസ് സർവീസ് ഉള്ളത്. 2 മണിക്ക്, അതുപോലെ 3 മണി, 4 മണി അങ്ങനെയുള്ള ടൈമിങ്ങിലാണ് കേട്ടോ ഇത് ഉള്ളത്. അതുപോലെ എല്ലാ ദിവസവും ഉണ്ടാവും. മഴ ഇല്ല എങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാകും എന്നാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത്. ഇനി കുറച്ച് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ആവാം അല്ലേ. എന്തായാലും ഈ ഹെഗ്ര എന്ന് പറഞ്ഞ സ്ഥലം ഒരു ശവകുടീരങ്ങളുടെ കഥ തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മളിനി വിസിറ്റ് ചെയ്യാൻ പോകുന്നതും ഓരോ ടോംബുകൾ തന്നെയാണ്. മുസ്ലിംസ് വിശ്വാസപ്രകാരം അവരാരും ഇങ്ങോട്ട് വരാറില്ല. പ്രോഫറ്റ് ഈ ഒരു ലാൻഡിന് കേഴ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബസ്സിലെ മെജോറിറ്റിയും ഫോറിനേഴ്സാണ് കേട്ടോ. യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവരായിരുന്നു. ഒരു ഫാമിലി മാത്രമാണ് കേട്ടോ അറബ്സ് ഉണ്ടായിരുന്നത്. സൗദി അറേബ്യയുടെ ഫസ്റ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ ഈ ഹെഗ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതുപോലുള്ള 4 ഡെസ്റ്റിനേഷനുണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു പാക്കേജിൽ നമുക്കൊരു ഗൈഡും ഉണ്ട്. അപ്പോൾ ആൾ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇംഗ്ലീഷിലും അറബിക്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പാടാണല്ലേ. പക്ഷേ ഉണ്ടായിരുന്നത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, കാരണം അതിനുള്ള പ്രൂഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പാറകളുടെ മുകളിലെ കൊത്തുപണികളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ലാംഗ്വേജസും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അരമേക്ക് ലാംഗ്വേജാണ്. ജീസസ് ക്രൈസ്റ്റ് ഉപയോഗിച്ചിരുന്ന ആ ഒരു ലാംഗ്വേജാണ് കേട്ടോ ഇവിടുന്ന് എല്ലാം കണ്ടുകിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിന് അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവർക്ക് കിണറുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1-2 കിണറുകൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് അവർ കാട്ടിത്തരുന്നില്ല കേട്ടോ. അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് കിണറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി ദൂരത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ കുറച്ച് സ്ഥലം റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂളെല്ലാം നമ്മൾ പാലിക്കണം. ജബൽ അൽബനാത്ത് ഇതാണ് കേട്ടോ നമ്മുടെ 2ാമത്തെ ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ടോംബുകൾ കാണാൻ പോകുന്നത്. ഇത് വലിയൊരു മലയുടെ ചുറ്റിലും നമുക്കിങ്ങനെ ഓരോ റൂമുകൾ പോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടൂമ്പുകളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ മുകൾ ഭാഗത്ത് ഈ സ്റ്റെപ്പ് പോലെ വെച്ചിട്ട് കണ്ടോ. അവരുടെ ഒരു ബിലീഫ് അനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്സാണ് അതെന്നാണ് പറയുന്നത്. അതും എത്ര സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടുന്നോ അത്രയും വേഗം മരിച്ച ആൾക്കുകൾ സ്വർഗത്തിലേക്ക് എത്തും എന്നാണ് കേട്ടോ അവർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ ഓരോ ടോംബിൻ്റെയും നീളം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും നമുക്ക് ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ആളുകളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് കേട്ടോ അവരുടെ ഈ ഒരു കവാടത്തിൻ്റെ നീളവും സ്റ്റെപ്സിൻ്റെ എണ്ണവും എല്ലാം തന്നെ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടോംബുകളിലേക്കും നമുക്ക് എലൗഡ് അല്ല. ഒരെണ്ണം മാത്രമാണ് കേട്ടോ അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ്. വരുന്ന ടൂറിസ്റ്റുകളുടെ സേഫ്റ്റി അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം അവർക്ക് നോക്കണം. അപ്പോൾ ഓരോ ടോംബിനും ഇവിടെ ഒരു യെല്ലോ കളറിൽ അവർ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടോംബുകളുടെ ഇൻറ്റീരിയറും ഡിഫറൻസ് ആയിരിക്കും. അത് ഒരു ഫാമിലിയുടെ വെൽത്തിനനുസരിച്ച് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടോംബിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഈ ടോംബുകളുടെ എല്ലാം തന്നെ ഓണർഷിപ്പ് ആ ഫാമിലിയിലെ അതായത് ഫാമിലികളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളുടെ പേരിലായിരുന്നു.
ചില ശവകുടീരങ്ങളുടെ മേലെ അവർ എഴുതി വെച്ചിട്ടുള്ള പേരുകളിൽ നിന്നാണ് കേട്ടോ അത് ഇവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഒരു റൂം, അതിലിങ്ങനെ സ്റ്റെപ്പായി അവരതിനകത്ത് ശവശരീരങ്ങൾ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇട്ട് അതിനകത്താണ് അവർ വെക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഡോറ് ഒരു വലിയൊരു പാറ വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്യും. അടുത്തൊരു ഫാമിലി മെമ്പർ മരിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്തേക്ക് അടുത്ത ആളെ വെക്കുന്നു. ഇതായിരുന്നു അവരുടെ പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ടോമ്പിനകത്ത് ഒരു കുഞ്ഞിൻ്റെ ശരീരവും ഇവർ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലിക്ക് ഒരു ടോമ്പ് അത് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനകത്താണ് ആ ഫാമിലി മെമ്പേഴ്സിനെല്ലാം തന്നെ അവരെ അടക്കം ചെയ്യുന്നതും. അത് അവർക്ക് സെപ്പറേറ്റ് ഒരു പാറ മുഴുവനായിട്ടും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതിനെ അനുവദിക്കുമെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ മേടിക്കാം. ഇന്നത്തെ ഗവൺമെൻറ് അല്ല കേട്ടോ പറയുന്നത്, പണ്ടത്തെ കാര്യമാണേ. അപ്പോൾ അങ്ങനെ മേടിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ഒരു വലിയൊരു പാറയുടെ ചുറ്റിലും കുറേ കുഞ്ഞു ടോമ്പുകളാണ്. അത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പൊതുവെ കുറവായിട്ടുള്ളവർ ചെയ്യുന്നതാണ്. അങ്ങനെയല്ലാതെ അന്ന് താമസിച്ചിരുന്ന വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സെപ്പറേറ്റ് കംപ്ലീറ്റ് ഒരു പാറ വാങ്ങി അതിനകത്ത് ടോമ്പ് ഉണ്ടാക്കിയത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ 3rd ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് അവിടേക്കാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ലിയാൻ സൺ ഓഫ് കൂസ ആളുടെയാണ് കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു റോക്ക് നിൽക്കുന്നത് കണ്ടോ, ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു ടോമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടുത്തെ വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ടോമ്പാണ് കേട്ടോ. ഇത് പക്ഷേ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഒരു ടോമ്പ് ഇൻകംപ്ലീറ്റ് ആണ്. Yes, but what makes it unique, its location. Why? Because it stands alone in the middle of the desert without any other place or tombs around it. Unlike the tombs we saw in Jabal al-Banat or the Girls Mountain, where we've seen a lot of tombs next to each other. So as this one is unique, we believe it belongs to a very important individual in the Nabatean society. Why? Other than its unique location and huge size, there's something in the decoration that makes us sure it belongs to a very important individual. ഇതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് 80 ഡെഡ് ബോഡീസ് കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സ്ത്രീകളുടെ ഡെഡ് ബോഡീസിൽ അവരുപയോഗിച്ചിരുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഡേറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഡേറ്റ്സും അതിൻ്റെ സീഡും എല്ലാം വെച്ചിട്ടുള്ളതായിരുന്നു അവരുടെ ആക്സസറീസ്. അങ്ങനെ ഒത്തിരി കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഹെഗ്രയിൽ നിന്ന് മടങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.